വിഷയം ഇസ്ലാം സമാധാനത്തിന്റെ മതമാ. അതിനെപ്പറ്റി മാത്രം ഒന്ന് രണ്ട് വാക്ക് പറയട്ടെ. ദീർഘമായിട്ട് പറയാൻ സമയമില്ലല്ലോ. ഈ സദസ്സിന്റെ ബറക്കത്തല്ലേ നമുക്ക് വേണ്ടത്. അതിന് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാൻ നിങ്ങൾക്ക് കേൾക്കണോ? ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സമാധാനമെന്നാ. ഇസ്ലാം ഒരിക്കലും എടുത്തുചാട്ടത്തിന്റെ മതമല്ല, അത് പ്രകോപനത്തിന്റെ മതമല്ല, അത് ഭീകരതയുടെ മതമല്ല. ഇസ്ലാം എപ്പോഴും ശാന്തിയുടെ സമാധാനത്തിന്റെ മതമാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ വീട്ടിലേക്ക് റബ്ബ് ക്ഷണിക്കുന്നത്. ഞാൻ എൻ്റെ മുത്ത് മുഅ്മിനീങ്ങളോട്, എൻ്റെ ചെറുപ്പക്കാരോട്, യുവാക്കളോടൊന്ന് പറഞ്ഞോട്ടെ. അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള പണ്ഡിതന്മാർ, അല്ലാഹുവിന്റെ ഖുർആൻ ബോധമുള്ള പണ്ഡിതന്മാർ, അല്ലാഹുവിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ചറിഞ്ഞ പണ്ഡിതന്മാർ, മുത്തുനബിയുടെ സ്വഹാബികളെ പഠിച്ചറിഞ്ഞ പണ്ഡിതന്മാർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച്, സ്വഹാബാക്കളിൽ നിന്ന് പഠിച്ച്, താബീങ്ങളിൽ നിന്ന് പഠിച്ച് 1400 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഈ മുസ്ലിം ഉമ്മത്തില്ലയോ, ആ പാരമ്പര്യം പഠിച്ച പണ്ഡിതന്മാര് പറയുമ്പോ അത് കേൾക്കാനല്ലേ നിങ്ങൾ വന്നത്, അത് സ്വീകരിക്കാനല്ലേ നിങ്ങൾ ഇരിക്കുന്നത്. അതിനല്ലേ പണ്ഡിതന്മാർക്ക് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്, വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നത്, അവർക്ക് വേണ്ട ഒത്താശകളൊക്കെയും ചെയ്യുന്നത്, അവരെ കൈകൾ പിടിച്ചു മുത്തുന്നത്, അവരെ കൈകളെ പിടിച്ച് ആദരിക്കുന്നത്, അവരോട് പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നത്. എന്തൊരു സ്നേഹമുള്ള ജനങ്ങളാ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഇസ്ലാം ഒരിക്കലും ഭീകരതയുടെ മതമല്ല. ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 കൊല്ലം ജീവിച്ചു. 63 ചാന്ദ്രിക വർഷം അനുസരിച്ചാണ് ഞാനും നിങ്ങളും കണക്ക് കൂട്ടുന്ന വയസ്സനുസരിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ജീവിച്ചത് 61 കൊല്ലമാണ്. 63 എന്ന് പറയുന്നത് ചാന്ദ്രിക വർഷമാണ്. നമ്മൾ ഇന്ന് വർഷം കണക്ക് കൂട്ടുന്നത് സൗരവർഷമാണ്. സൗരവർഷം അനുസരിച്ച് 63 വയസ്സ് മുത്തുനബി ജീവിച്ചിട്ടില്ല. സൗരവർഷം അനുസരിച്ച് 61 വയസ്സേ തങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. ചാന്ദ്രിക വർഷം അനുസരിച്ച് 63 കൊല്ലം ജീവിച്ചെങ്കിൽ ഈ 53 കൊല്ലവും മുത്തുനബി ജീവിച്ചത് വിശുദ്ധ മക്കയിലാ. 40 വയസ്സ് നബുവത്ത് പ്രഖ്യാപനത്തിന്റെ മുൻപ്, നബുവത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷം നീണ്ട 13 കൊല്ലം, ഈ 53 കൊല്ലവും മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി മക്കയിൽ ജീവിക്കുമ്പോ എന്തെല്ലാം പ്രതിസന്ധികളാണ് തങ്ങൾക്കുണ്ടായിരുന്നത്, എന്തെല്ലാം പ്രയാസങ്ങളാ തങ്ങൾക്കുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, പച്ചയായ സത്യമാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തത്. അത് മാത്രമാണ് സ്വഹാബത്ത് വിശ്വസിച്ചത്. ഒരിക്കലും അർത്ഥശങ്കക്കിടയില്ലാത്ത കൃത്യമായി ബോധ്യപ്പെട്ട വിശ്വാസങ്ങളാണ് മഹാന്മാരായ സ്വഹാബത്ത് വിശ്വസിച്ചിരുന്നത്. ഈ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 100% സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ അങ്ങ് മാറ്റി നിർത്തിയാൽ 30,000 അത്ഭുതങ്ങൾ തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട അന്ന് മുതൽക്ക് ആ നബിയിൽ നിന്ന് അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. ഓർത്തു നോക്കൂ, ഹബീബായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി പ്രസവിച്ച ഉടനെ സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ എന്നല്ലേ റസൂൽ പ്രസവിക്കപ്പെട്ട ഉടനെ അവിടുന്ന് ചൊല്ലിയത്. 2 കൈയും നിലത്തുകുത്തി, കണ്ണുകൊണ്ട് ആകാശത്തേക്ക് ഉയർത്തി, ഒരു സുജൂദിൽ കിടക്കുന്നത് പോലെ പ്രസവിച്ച് വീണ മുത്ത് മുഹമ്മദ് മുസ്തഫ
തങ്ങൾ ഉടനെ ചൊല്ലിയ ദിക്റുകളാണിത്. കേൾക്കുമ്പോൾ അത്ഭുതമല്ലേ? അന്ന് കേട്ടവര് മുഴുവനും അത്ഭുതപ്പെട്ടില്ലേ? കണ്ടവര് മുഴുവനും അത്ഭുതപ്പെട്ടില്ലേ? എന്നിട്ട് ഞാൻ എന്റെ വിഷയം മാറിപ്പോകുന്നത് ചുരുക്കി പറട്ടെ. 50 ദിവസം കൊണ്ട് ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വന്തം എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. 90 ദിവസമായപ്പോൾ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി അതാ ചുമര് പിടിച്ച് നടക്കുമായിരുന്നു. 4 മാസം പ്രായമെത്തിയ മുത്തുനബി സാധാരണ കുട്ടികൾ പറയും പോലെ സംസാരിക്കുമായിരുന്നു. 10 മാസം തങ്ങൾക്ക് തികഞ്ഞപ്പോ മറ്റു കുട്ടികളോടൊപ്പം അമ്പും വില്ലും എടുത്ത് മുത്തുനബി കളിക്കുമായിരുന്നു. എന്തിനാ ഞാനിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ഇതെല്ലാം കണ്ടവരാണ് മക്കക്കാർ. ഞാനും നിങ്ങളും ചരിത്രം വായിച്ചവരാ, ചരിത്രം പഠിച്ചവരാ. അതേ സമയത്ത് മക്കയിലെ ജനങ്ങള് അംറു ബിൻ ഹിഷാം എന്ന് പറയുന്ന അബൂജഹിൽ അടക്കമുള്ള, ഉത്ബത്തടക്കമുള്ള, ശൈബത്തടക്കമുള്ള, അബൂ ലഹബ് അടക്കമുള്ള ആളുകള് ഇതൊക്കെ നേരിൽ കണ്ണുകൊണ്ട് കണ്ടവരാ. അങ്ങനെ എത്ര അത്ഭുതമെന്നറിയോ? അവിടുന്ന് 40 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ 1000 അത്ഭുതങ്ങളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ അത്ഭുതമല്ലേ? പാറക്കല്ലിലാണ് മുത്തുനബി ചവിട്ടി നിൽക്കുന്നതെങ്കിൽ ആ പാറക്കല്ല് ചളിയിൽ ചവിട്ടിയതുപോലെ തങ്ങളെ കാലതിൽ പതിയുമായിരുന്നു. അതേ സമയത്ത് ചളിയിലാ തങ്ങൾ നടക്കുന്നതെങ്കിൽ തങ്ങളെ കാല് പതിയുമായിരുന്നില്ല. എത്ര നീളമുള്ള ആളുകളെ കൂട്ടത്തിലും അപ്പുറത്തും ഇപ്പുറത്തും നല്ല നീളമുള്ള 2 ആളുകളാ. അതിന്റെ ഇടയിലാണ് തങ്ങൾ നടക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അതിൽ ഉയർന്നു കാണുമായിരുന്നു. ആ 2 ആളുകൾ അങ്ങ് മാറിയാലോ തങ്ങൾ സാധാ മനുഷ്യന്റെ നീളമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതല്ലേ തങ്ങൾ അത്ഭുതം? ഇത് മക്കക്കാര് കണ്ടതല്ലേ? കാലച്ചെറുപ്പം മുതൽ മുത്തു മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മേഘപ്പാളികൾ തങ്ങൾക്ക് തണലിടുമായിരുന്നു. അത് നേരത്തെ ഉള്ള സംഭവമാ, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. അതല്ലേ എപ്പോൾ തങ്ങൾ പുറത്തിറങ്ങിയാലും തങ്ങൾക്ക് മേഘപ്പാളികൾ തണലിടുമായിരുന്നു. ഖദീജ ബീവി അത് പരിശോധിച്ചിട്ടുണ്ട്, അത് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങള് ചന്ദ്രൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിളർത്തിയിട്ട് കാണിച്ചു കൊടുത്തില്ലേ? ജബൽ അബീ ഖുബൈസ് പർവ്വതത്തിൽ ഒരു ഭാഗവും കൈനുക്കാൾ പർവ്വതത്തിൽ മറ്റേ ഭാഗവും, ഈ 2 ഭാഗത്ത് നിന്നിട്ട് ആ 2 പിളർപ്പാക്കിയിട്ട് അതിന്റെ പിളർപ്പിൽ കൂടെ അള്ളാഹുവിന്റെ റസൂൽ തൊട്ടു മുൻപിലുള്ള ആ പർവ്വതം സ്വഹാബത്ത് ആളുകൾക്ക് കാണിച്ചു കൊടുത്തില്ലേ? ഇതെല്ലാം കണ്ടതായ സ്വഹാബികള്, ഇതെല്ലാം കണ്ടതായ മക്കക്കാര് അത്രയ്ക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ വിശ്വസിച്ചതിന്റെ പേരിൽ എത്രയാ തങ്ങൾ അവര് പീഡിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ ഇന്നത്തെ പോലെ പള്ളി ഉണ്ടാക്കുന്ന പ്രശ്നമില്ല, ഇന്നത്തെ പോലെ നിസ്കരിക്കുന്ന പ്രശ്നമില്ല. കാരണം അന്ന് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല, പരസ്യമായിട്ട് ജുമുഅയില്ല, ജമാഅത്തില്ല, പള്ളികൾ ഇഷ്ടം പോലെ സ്ഥാപിക്കപ്പെടുന്നില്ല, സകാത്ത് കൊടുക്കാൻ നിയമങ്ങൾ വന്നിട്ടില്ല, ഹജ്ജിന് പോകുന്ന പ്രശ്നം വന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ പറയുന്നത് സത്യമാണെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വസിക്കുക. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ജഗനികന്താവായ അല്ലാഹു ഉണ്ട്. അല്ലാഹുവാണ് എല്ലാം പടച്ചത്, എല്ലാം സൃഷ്ടിക്കുന്നത്. ഈ സംഭവിച്ചത് മുഴുവനും അല്ലാഹു തആല സൃഷ്ടിച്ചതാ. ഇനി എന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം വല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാം റബ്ബ് പടക്കുകയാ. ഈ അല്ലാഹുവിലാണ് വിശ്വസിച്ചത്. ഈ അല്ലാഹനെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ, വിശ്വസിച്ചു എന്നറിഞ്ഞാൽ അവര് നിഷ്കരുണം കൊല്ലുകയാണ്. സുമയ്യ ബീവി അവര് കൊന്നു, യാസർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു, അമ്മാർ റളിയല്ലാഹു അൻഹു നിഷ്കരണം പീഡിപ്പിച്ച് മരണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷത്തിൽ അവര് പറഞ്ഞതുപോലെ പറഞ്ഞു കൊടുത്തു. അമ്മാർ തങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ എന്തെല്ലാം പീഡനങ്ങള്! ഒരാൾക്കും പരസ്യമായിട്ട് ഖുർആൻ ഓതാൻ പറ്റില്ല, മുസ്ലിമാണെന്ന് പറയാൻ പറ്റില്ല, മറ്റ് മുസ്ലിമിനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ പറ്റില്ല,
പാടില്ല. അത്രയും പീഡനങ്ങളോട് കൂടിയാണല്ലോ മക്കയിൽ ജീവിച്ചത് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുത്തെ അനുയായികൾക്ക് പീഡനങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ വന്നപ്പോ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പ്രതികരിക്കണ്ട, തിരിച്ചടിക്കണ്ട, തിരിച്ചൊന്നും പറയണ്ട, നിങ്ങളങ്ങ് എത്യോപ്യയിലേക്ക് പൊയ്ക്കോളൂ. ഒന്നും രണ്ടും തവണ മുത്ത് മുഹമ്മദ് മുസ്തഫ എത്യോപ്യയിലേക്ക് അനുയായികളെ പറഞ്ഞയച്ചില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ പറഞ്ഞയച്ചില്ലേ? അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോളെ പറഞ്ഞയച്ചില്ലേ? മഹാനായ ജഅഫർ തങ്ങളെ പറഞ്ഞയച്ചില്ലേ? ജഅഫറിന്റെ കുടുംബത്തെ പറഞ്ഞയച്ചില്ലേ? എന്നാലും ഇവിടെ നിങ്ങൾ അറ്റാക്കിന് നിൽക്കരുത്, ഇവിടെ നിങ്ങൾ ചെറുത്തു നിൽപ്പിന് നിൽക്കരുത്. ഇവിടെ നിങ്ങൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ കഅബാലയത്തിന്റെ സദാ നേരിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാ സ്വഹാബത്ത് ചെന്ന് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, എത്ര കാലം ഞങ്ങൾ ഇത് സഹിക്കണം? ഖബ്ബാബുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഷർട്ട് അഴിച്ചപ്പോൾ അല്ലാഹ് ഇരുമ്പിന്റെ ദണ്ഡുകൾ പഴിപ്പിച്ചിട്ട്, ചട്ടകം പഴിപ്പിച്ചിട്ട് തന്റെ ശരീരത്തിൽ വെക്കുന്നു. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തുള്ള പച്ച മാംസങ്ങള് അതിങ്ങനെ ഉരുകി ഉരുകി ആ ശരീരത്തിന്റെ ഈ ഇരുമ്പിന്റെ പഴിപ്പിൽ ഇരുമ്പിൽ കൂടി ഒഴുകുമ്പോൾ ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തങ്ങളെ ശരീരത്തിലെ നെയ്യ് തട്ടിയിട്ട് ഈ ചട്ടകം ചൂട് തണയുമ്പോൾ വീണ്ടും അത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് തന്റെ ശരീരത്തിൽ വീണ്ടും ഈ രൂപത്തിൽ പഴിപ്പിക്കുമ്പോൾ ഇതൊക്കെ എന്തൊരു പീഡനങ്ങളാ! അന്നും മുത്തുനബിന്റെ കൂടെ ഹംസത്തുൽ ഖറാർ തങ്ങളുണ്ട്, അന്നും മുത്തുനബിന്റെ കൂടെ ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്, അന്നും മുത്തുനബിന്റെ കൂടെ ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങളുണ്ട്, അന്നും മുത്തുനബിന്റെ കൂടെ സിദ്ദീഖുൽ അക്ബർ ഉണ്ട്, അന്നും മുത്തുനബിന്റെ കൂടെ തൽഹത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട്, അന്നും മുത്തുനബിന്റെ കൂടെ പല സ്വഹാബികളുണ്ട്, അന്നും മുത്തുനബിന്റെ കൂടെ സഅദ് നബി വഖാസ് തങ്ങളുണ്ട്. നിങ്ങൾക്കൊന്ന് പ്രതികരിച്ചൂടെ? നിങ്ങൾക്കൊന്ന് പരമാവധി അങ്ങോട്ടെടുത്ത് പരകരം ചെയ്തൂടെ? ഇല്ല, ഇല്ല. ആഖിർ സമാനിലെ മക്കളെ, നിങ്ങൾക്ക് ചരിത്രം അറിയുമോ? ഈ ഹംസത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ ബദറിൽ മാത്രമാണോ തന്റെ ധീരത പ്രകടിപ്പിച്ചത്? ഉഹദിലെത്തിയപ്പോൾ മാത്രമാണോ തന്റെ ധീരത പ്രകടിപ്പിച്ചത്? ഹംസത്ത് റളിയല്ലാഹു അൻഹു ആരോ? അംർ ഇബ്നു ഹിഷാം ഒക്കെ കണ്ടാൽ തന്നെ വിറച്ചു പോകുന്ന ഹംസത്ത് റളിയല്ലാഹു അൻഹു അന്നും മുത്തുനബിന്റെ കൂടെയുണ്ട്. മക്കയിലായിരിക്കുമ്പോൾ തങ്ങളെ കൂടെയുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളെ കൂടെയുണ്ട്, സഅദ് റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ കൂടെയുണ്ട്, പല സ്വഹാബികളും മുത്തുനബിന്റെ കൂടെയുണ്ട്. നിങ്ങൾ പരമാവധി സംഘടിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ചെറുത്ത് നിന്നൂടെ? നിങ്ങൾക്കൊന്ന് പകരം ചോദിച്ചൂടെ? നിങ്ങൾക്ക് അവരോടൊന്ന് തിരിച്ചടിച്ചൂടെ? ഇല്ല, ഇല്ല. ഇസ്ലാം ഒരു ഭീകരതയുടെ തിരിച്ചടിയുടെ മതമല്ല. ചിലവര് മനസ്സിലാക്കി എന്താ അറിയോ? നേരത്തെ നബിന്റെ ആരുമില്ല, മക്കത്തൊന്നും ആരുമില്ല. പിന്നങ്ങനെ ഉസാറായി വന്നപ്പോഴാണ് തിരിച്ചടിക്കാൻ ശക്തി കിട്ടിയപ്പോഴാ തിരിച്ച്. അല്ലല്ല, ചരിത്രം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിലായിക്കൊണ്ടിരിക്കുമ്പോൾ അരുത്, ഒന്നും പറയരുത്, തിരിച്ചൊന്നും പറയരുത്. ഇതാണ് ഇസ്ലാമിന്റെ സന്ദേശം. അന്നും ഇവർക്കൊക്കെ പ്രതികരിക്കാം. അന്നും സഹാബത്ത് പ്രതികരിക്കുകയാണ്, ചോദിച്ചു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെയ്തതെന്താ? സമ്പാദ്യങ്ങൾ മുഴുവനും വിട്ട്, വീടുകൾ വിട്ട്, സമ്പത്ത് വിട്ട്, കുടുംബം വിട്ട്, എല്ലാം വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോവുകയാ. അവിടെ ഒരു മക്കയിൽ ഒരു ചെറുത്തുനിൽപ്പിന് തങ്ങള് നിന്നില്ല. ഇവിടെ ഒരു മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുക്കണം, ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് സ്വായത്തമാക്കണം, ഇവിടെ നമുക്ക് അടിച്ചമർത്തണം. ഹബീബായ തങ്ങൾ ചിന്തിച്ചില്ല, തങ്ങള് പഠിപ്പിച്ചില്ല. അറിയുമല്ലോ മുത്തുനബി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാം കൊണ്ടും താങ്ങും തണലുമായിരുന്ന ബീവി ഖദീജ, മഹാനായ അബൂ ത്വാലിബിൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിതൃവ്യന, ഇവർ രണ്ടുപേർക്കും ഖുറൈശിൽ വലിയ വ്യക്തിത്വമാ. അതുകൊണ്ട് എന്ത് പീഡനം നടത്തിയാലും മുത്തുനബിക്ക് ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നില്ല, തങ്ങളെ തൊട്ടിരുന്നില്ല. ഹബീബായ തങ്ങളൊന്നും ചെയ്യില്ല. ഹബീബായ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരെ അവര് പീഡിപ്പിക്കുമായിരുന്നു. അതല്ലേ ഒരൊറ്റ മദീനയിലെത്തുന്നതിന്റെ മുമ്പ് ആരും പരസ്യമായിട്ടൊന്ന് ചിരിക്കുക പോലും ചെയ്യില്ല. അല്ലാഹ് ഖുർആൻ ഓതുകയില്ല, പരസ്യമായിട്ടൊരു പരിപാടിയുമില്ല. ആരും ആരാണ് വിശ്വാസി എന്നറിയുകയില്ല. വിശ്വാസികൾ പരസ്പരം തമ്മിൽ ഒരുമിച്ച് കൂടി ബന്ധപ്പെടുകയില്ല. അത്രയും പേടിയില്ല. അബൂ ത്വാലിബ് മരിച്ചതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരീരത്തിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമല്ലേ ഒരൊറ്റ സംഭവം പറയാം. ഞാനും നിങ്ങളും ഇന്ന് ഈ ദീനിന് വേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്തത് പറയാനുണ്ടോ? സ്വർഗ്ഗം നമ്മൾ ചോദിക്കുന്നു, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബഅസാഉ വല്ലറാ. ഞാനും നിങ്ങളും അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുന്നവരാ, സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവരാ, സ്വർഗ്ഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാ. ഞാൻ എന്റെ മുത്തര പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് നിങ്ങൾക്ക് കേൾക്കണോ? ഖുർആൻ പറയുന്നു, ഈ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങളെ പൂർവീകർ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങളെ ജീവിതത്തിലില്ലാതെ നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുമെന്ന് ധാരണയുണ്ടോ? വസുൽസിലൂ ഹത്താ യഖൂല അർ-റസൂലു വല്ലദീന മഅഹു മതാ നസ്റുല്ലാഹ്. ഈ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത അമ്പിയാക്കള്, ഈ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത സിദ്ദീഖീങ്ങള്, ഈ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത ശുഹദാക്കള്, ഈ സ്വർഗത്തിന് വേണ്ടി ത്യാഗം ചെയ്ത സ്വാലിഹീങ്ങള്, അവർ ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ, സഹിച്ചതിന്റെ എന്തെങ്കിലും ഒരു സാമ്പിൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ ഈ സ്വർഗത്തിലെത്തുമെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടോ? പ്രവാചകന്മാര് വരെ പതറിപ്പോയിട്ടുണ്ട്, കൂടെയുള്ളവര് പറഞ്ഞു പോയിട്ടുണ്ട്, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് റബ്ബിന്റെ സഹായം വരിക? ബഹുമാനപ്പെട്ട മുശ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മക്കയിൽ വെച്ച് അനുഭവിച്ച പീഡനങ്ങൾ വന്ന് പറയുമ്പോ, കുഫാറയാസത്തിന് നിഷേധികളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ വന്ന് പറയുമ്പോ, ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. അതേ കഅന്നഹു യഹ്കി നബിയ്യൻ മിനൽ അംബിയായി, മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് ദീൻ പ്രസംഗിച്ചു. അല്ലാഹുവിനെ പറ്റി, അല്ലാഹുവിന്റെ ഖുർആനെ പറ്റി ദീൻ അനുസരിച്ച് ജീവിക്കണം, അല്ലാഹുവിൽ വിശ്വസിക്കണം, എല്ലാ നന്മയും തിന്മയും ഖൈറും ശർറും എല്ലാം സൃഷ്ടിക്കുന്നത് അല്ലാഹുവാ, രോഗം തരുന്നത് അല്ലാഹുവാ, രോഗത്തിന് ശിഫ തരുന്നത് അല്ലാഹുവാ, എല്ലാം അല്ലാഹുവാ. ഈ അല്ലാഹുവിനെ പറ്റി അവരോട് പറഞ്ഞു കൊടുത്തപ്പോ ആ നാട്ടിലെ ജനങ്ങൾ മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടിക്കുകയാ. അടിച്ചു ബഹുമാനപ്പെട്ട സക്കരിയാ നബി ഓടുകയാ. ഓടുന്ന സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിറകിൽ അവര് വാളും കൊണ്ട് തുടരുകയാ. ബഹുമാനപ്പെട്ട സക്കരിയാ നബി അലൈഹിസ്സലാം ജീവനും കൊണ്ടോടുന്നു. ഓടി ഓടി വട്ടത്തളർന്നപ്പോ ബഹുമാനപ്പെട്ട സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വലിയൊരു വൃക്ഷം, ആ വൃക്ഷത്തിന്റെ ഒരു മാളം കണ്ടു. ആ മാളത്തിലേക്ക് അങ്ങ് കയറി.
ആ മാളത്തിലേക്ക് അങ്ങ് കയറിയപ്പോൾ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒളിഞ്ഞു നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ മാളം അങ്ങടഞ്ഞു. ബഹുമാനപ്പെട്ട ഒരു ശ്വാസം വിട്ടു. അൽഹംദുലില്ലാഹ്, രക്ഷപ്പെട്ടല്ലോ. പക്ഷേ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനകത്ത് കയറിയപ്പോൾ അതങ്ങടയുകയും ചെയ്തപ്പോൾ സക്കരിയ നബിന്റെ മുടി അല്പം പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. തങ്ങൾ അറിഞ്ഞില്ല. ശത്രുക്കൾ വന്നു നോക്കുമ്പോ സക്കരിയ നബി അലൈഹിസ്സലാം ഒളിച്ചിരിക്കുന്ന വൃക്ഷം കാണുന്നു. ആ വൃക്ഷത്തിന്റെ താഴ്ഭാഗവും മേൽഭാഗവും മുറിക്കുന്നു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒളിഞ്ഞു നിൽക്കുന്ന ഭാഗം മാത്രം മുറിച്ചെടുത്ത് കൊണ്ടുപോകുന്നു. സക്കരിയ നബിക്ക് ബോധ്യപ്പെട്ടു താൻ പിടിക്കപ്പെട്ടു, താനെല്ലാം കൊണ്ടും പിടിക്കപ്പെട്ടു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒളിഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തെ ചുമന്നു കൊണ്ടുപോയി. അവര് ചെയ്തതെന്താ? പഴയകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ മരം ഈരത് എങ്ങനെ നിങ്ങൾക്കറിയുമോ? രണ്ടു ഭാഗത്തും തണ്ടുകൾ വെച്ച് കെട്ടിയിട്ട് ഈ മരം അതിന്റെ നേരെ വിലങ്ങ് വെച്ചിട്ട് ഒരാൾ താഴ്ഭാഗത്തിരുന്നിട്ട് മറ്റേയാൾ മുകൾ ഭാഗത്ത് നിന്നിട്ട് മൂർച്ചയുള്ള വാള് കൊണ്ട് ഈർന്നിരുന്ന് മുറിക്കലാ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഒളിഞ്ഞു നിൽക്കുന്ന മരം, ആ വൃക്ഷം അവര് മുറിക്കുന്നു. മുറിച്ചുകൊണ്ടതാ മുൻഭാഗത്ത് നീർന്നിട്ട് ആ മൂർച്ചയുള്ള വാളിന്റെ പല്ലുകൾ, സുബ്ഹാനല്ലാഹ്, അടുത്ത ഈരൽ വരാൻ പോകുന്നത് തന്റെ മൂർദാവിന്റെ നേരെയാ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടന്ന് വിറക്കുകയാ. മോനെ, നീ ഒന്ന് ഓർത്തു നോക്കൂ, ഇനി അടുത്ത ഈരൽ വരാൻ പോകുന്നത് തന്റെ തലക്കുമീതയാ. ആ സമയത്ത് മുക്കറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, അടുത്ത ഈരൽ നിങ്ങളെ മൂർദാവില. ആ വാളിന്റെ മൂർച്ചയുള്ള പല്ലുകൾ നിങ്ങളെ തലയിൽ കൂടി കയറി ഇറങ്ങുമ്പോൾ, വേദന കൊണ്ട് പിടയുമ്പോൾ, ആ സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് ഒന്ന് കരഞ്ഞു പോയാൽ, നിങ്ങളൊന്ന് കരഞ്ഞു പോയാൽ അമ്പിയാക്കളെ ലിസ്റ്റിൽ നിന്ന് നിങ്ങളെ പേര് മാറ്റുന്നതാ, നിങ്ങളെ നുബുവത്ത് മാറ്റിക്കളയുന്നത്, നുബുവത്ത് എടുത്തു കളയുന്നതാ. മഹാനായ സക്കരിയ നബി ഞെട്ടിപ്പോയി. ആ മൂർച്ചയുള്ള വാളിന്റെ പല്ലുകൾ തന്റെ തലയിൽ കൂടി ഇറങ്ങിയപ്പോൾ മിണ്ടിയില്ല. ഇത് വിവരിച്ചു കൊടുക്കുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ, ആഖിർ സമാനിലെ മക്കളെ, ഞാൻ ചോദിക്കുന്നു, എന്റെ വഅദ് കേട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോകുമോ? നിങ്ങളെ മാർക്ക് എനിക്ക് വേണ്ട, അഭിപ്രായങ്ങൾ വേണ്ട, നിങ്ങളെ സർട്ടിഫിക്കറ്റുകൾ വേണ്ട. ഞാൻ പഠിച്ച ഖുർആൻ അനുസരിച്ച്, ഞാൻ പഠിച്ച ഹദീസ് അനുസരിച്ച്, ഞാൻ പഠിച്ച ചരിത്രം അനുസരിച്ച്, ഞാൻ പഠിച്ച ദീൻ അനുസരിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, ഈ നിങ്ങൾ 10, 25, 30, 35, 40, 50, 60 വയസ്സ് ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിട്ട്, മുസ്ലിമായി ജീവിച്ചിട്ട്, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചിട്ട്, ദീനിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മോനെ, തണുപ്പ് തുപ്പുന്ന AC പള്ളിയിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ത്യാഗം എവിടെ? അല്ലാ, AC-യിൽ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ഇവിടെ ഇറങ്ങിയതാ, ഇറങ്ങിയിട്ട് വീണ്ടും AC കാറിലാ ഞാൻ വന്നത്. ഞാൻ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചതാ. 1-2 മണിക്കൂർ വിശ്രമിക്കേണ്ടി വന്നപ്പോ ശീതീകരിച്ച തണുപ്പുള്ള റൂമിലാ ഞാൻ കിടന്നത്. പിന്നീട് ഞാൻ വന്ന് പ്രസംഗിക്കുകയാ. എവിടെ മോനെ എന്റെ പ്രസംഗത്തിൽ ത്യാഗമുള്ളത്? എവിടെ മോനെ നിന്റെ നിസ്കാരത്തിൽ ത്യാഗമുള്ളത്? എവിടെ മോനെ നിന്റെ നോമ്പിൽ ത്യാഗമുള്ളത്? 20 അപ്പുറം നിസ്കാരം തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ എത്ര സൗകര്യത്തിലാ. അല്ലാ, നിങ്ങളെ നാട്ടിൽ ആലിമീങ്ങളില്ലേ? ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദില്ലേ? ചോദിക്കൂ, സഹീഹുൽ ബുഖാരിയില് ഇമാമീങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താ? ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഹദീസുകൾക്ക് തർജമ കൊണ്ട് വരുന്നത് എന്താ? മുസല്ലയിട്ട്
നിസ്കരിക്കാൻ പറ്റുമോ? പായയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? അതേ ഷാൾ വിരിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? അഥവാ നിസ്കരിക്കുന്ന സമയത്ത് നെറ്റിപ്പൊള്ളാതിരിക്കാൻ ചുട്ടുവഴുത്ത മണലിൽ തല വെക്കുമ്പോ, ചുട്ടുവഴുത്ത പാറയിൽ നെറ്റി വെക്കുമ്പോ, ചുട്ടുവഴുത്ത ഭൂമിയിൽ നെറ്റി വെക്കുമ്പോ ആ ചൂട് ശമിക്കാൻ വേണ്ടിയിട്ട് മുസല്ല വിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഷാൾ വിരിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പായ വിരിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? ഇതല്ലേ ഇമാമിങ്ങൾ ചർച്ച ചെയ്തത്? ഇതല്ലേ ബുഖാരിയിൽ ചർച്ച ചെയ്തത്? ഇതല്ലേ സഹാബത്ത് ചർച്ച ചെയ്തത്? അതേ സമയത്ത് ഞാനും നീയും നിസ്കരിക്കുന്നത് എന്താ? മുസല്ല വിരിക്കാത്ത നിസ്കാരം നമുക്കറിയോ? ഭൂമിയിൽ എപ്പോഴെങ്കിലും നെറ്റി വെച്ചത് ഓർക്കുന്നുണ്ടോ? ഒരു പായ വിരിക്കാതെ, ഒരു മുസല്ല വിരിക്കാതെ, ഒരു കാർപ്പറ്റ് വിരിക്കാതെ കേവലം നെറ്റി എപ്പോഴെങ്കിലും മണ്ണിൽ വെച്ചതായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, ഇല്ല. അങ്ങനെയാ സഹാബത്ത് നിസ്കരിച്ചിരുന്നത്. എന്നിട്ടാണ് ഇമ്മത്തെ ഹദീസ് എടുത്ത് ഉദ്ധരിച്ച് സമർത്ഥിക്കുന്നത്. മുസല്ല വിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അതേ പായ വിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, തട്ടം വിരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതാണ് അവർ ചിന്തിച്ചതെങ്കിൽ എന്റെയും നിന്റെയും നിസ്കാരത്തിൽ ത്യാഗങ്ങൾ എവിടെ? എന്റെയും നിന്റെയും നോമ്പിൽ ത്യാഗം എവിടെ? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ ഒട്ടുമിക്ക സമരങ്ങളിലേക്കും അവിടുന്ന് പോകുമ്പോൾ 27 സമരങ്ങൾ മുത്തുനബി പങ്കെടുത്തിട്ടുണ്ട്. അല്ലാഹ് 47 സമരങ്ങൾ അല്ലാഹ് റസൂൽ പങ്കെടുക്കാതെ സ്വഹാബാക്കളെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ 27 സമരങ്ങളിൽ പോകുമ്പോ ഞാനും നിങ്ങളും സമരങ്ങൾക്ക് യുദ്ധം എന്നാ പറയാറ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര, ചരിത്രം മുഴുവൻ പറയാൻ സമയമില്ല. അള്ളാഹുവിന്റെ റസൂല് വാളെടുത്ത് യുദ്ധം ചെയ്തത്, വാളെടുത്തിട്ടുള്ളത് മുത്തുനബി വാളെടുത്തത് ഒന്ന് ഉഹദിൽ മാത്രമാ. ബദറിൽ മുത്തുനബി വാളെടുത്തിട്ടില്ല, തങ്ങൾ ഇറങ്ങിയിട്ടില്ല, തങ്ങൾ യുദ്ധത്തിനിറങ്ങിയിട്ടില്ല. ഇസ്ലാമിൽ ഈ കാണുന്ന യുദ്ധങ്ങൾ മുഴുവനും നടന്നിട്ട് ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്തത് 2 3 യുദ്ധങ്ങൾ മാത്രമാ. ഖൈബറിൽ അല്ലാഹു ബഹുമാനപ്പെട്ട തബൂക്ക് യുദ്ധത്തിൽ ആയുധമെടുത്തിട്ടില്ല, ഹുനൈൻ യുദ്ധത്തിൽ ആയുധമെടുത്തിട്ടില്ല, മക്കമ്പത്തിൽ ആയുധമെടുക്കേണ്ടി വന്നിട്ടില്ല. ബദറിലും ഉഹദിലും ഖന്തക്കിലും മാത്രമാ ആയുധമെടുത്തുകൊണ്ട് സ്വഹാബത്ത് യുദ്ധം ചെയ്യേണ്ടി വന്നത്. അതേ സമയത്ത് മറ്റു യുദ്ധങ്ങളൊന്നും ആയുധമെടുത്തിട്ടില്ല. ഹബീബായ തങ്ങൾ 27 സമരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 27 സമരങ്ങളിൽ നിന്ന് സ്വഹാബത്ത് പോലും ആയുധമെടുത്തത് 2 3 യുദ്ധത്തിൽ മാത്രമാ. ഇസ്ലാം യുദ്ധത്തിന്റെ മതമല്ല, ഇസ്ലാം ഒരിക്കലും ഭീകരതയുടെ മതമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, നീണ്ട സമരത്തിന് വേണ്ടി മുത്തുനബി പോകുമ്പോ സഹാബാക്കളെ ഭക്ഷണത്തിന്റെ രീതി അറിയുമോ? ഖതാദത്ത് തങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, വിഭവങ്ങളില്ല. ഹബീബായ തങ്ങളെ ഏതാനും കാരക്കകളുണ്ട്. ഒരു കാരക്ക തങ്ങൾ തരുന്നു, നോമ്പ് പറക്കാൻ സമയത്ത് കാരക്ക തരുന്നു. ആ കാരക്ക വായിട്ടൊന്ന് ഇളയ്ക്കുന്നു, അത് കടിച്ചു മുറിക്കുന്നില്ല. ആ കാരക്ക ഇങ്ങനെ നനയുമ്പോ, വായിലിട്ട് കൊണ്ട് ഇളക്കുമ്പോ, ഉമിനീര് പൊടിയുമ്പോ, ആ പൊടിയുന്ന ഉമിനീര് കൊണ്ട് ഞങ്ങളെ നനതാ വരണ്ട തൊണ്ട നനക്കുകയാ. വായിലിട്ട കാരക്ക എടുത്ത് തൊട്ടടുത്തുള്ള കൂട്ടുകാരന് കൊടുക്കുകയാ. ഇങ്ങനെയാ തങ്ങൾ സമരത്തിന് പോയിരുന്നത്. അത് ത്യാഗമാ. ഖതാദത്ത് അബൂ തൽഹത്ത് തങ്ങൾ പറയുന്നത് കാണാ, ഒരിക്കൽ ഞാൻ ഇങ്ങനെ മൂത്രൊഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ, ഇങ്ങനെ പദമുള്ള മണ്ണിൽ മൂത്രൊഴിക്കുമ്പോ സാധാരണ ശബ്ദത്തിനപ്പുറം ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഞാൻ പതുക്കെ ഒരു കോല് കൊണ്ട് ഇങ്ങനെ നോക്കിയപ്പോ ഒരു ചെരുപ്പിന്റെ കഷ്ണമാ. അതേ തോല് കൊണ്ട് നിർമ്മിച്ച ചെരുപ്പാ. ആ ചെരുപ്പിന്റെ തോലിന്റെ ചെരുപ്പ് ഞാൻ എടുത്തു കൊണ്ടുവന്ന് അത് ശരിക്കൊന്ന് കഴുകി വൃത്തിയാക്കി അത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ആ വെള്ളം കുടിച്ചു. മാംസത്തോടുള്ള, മാംസത്തിന്റെ രുചിയോടുള്ള അതിയായ ആഗ്രഹമാ. 18 രാജ്യങ്ങളെ ഇന്ത്യ മാത്രമല്ല, സൗദി മാത്രമല്ല, ഇന്നത്തെ സൗദിയും ഇറാഖും ഇറാനും
ഉൾപ്പെടെ ഷാമും സിറിയയും മിസ്റും ഉൾപ്പെടെയുള്ള 18 രാജ്യങ്ങളുടെ ഭരണാധികാരിയായിരുന്ന ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹു ലോക മുസ്ലിമീങ്ങൾക്ക് മൊത്തം ഒരു ഭരണാധികാരിയാണ്. സൗദിയിൽ വേറെയല്ല, മിസ്റിൽ വേറെയല്ല, ഇറാഖിൽ വേറെയല്ല. ഈ രാജ്യങ്ങൾ മുഴുവനും ഒരു അധികാരത്തിന്റെ കീഴിലാ. ആ 18 രാജ്യങ്ങളെ ഭരിച്ചിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മാംസം കഴിച്ചിരുന്നത് 2 മാസത്തിൽ ഒരിക്കലാ. സ്വഹാബത്തിന് മാംസം ഇഷ്ടമായിരുന്നു, മുത്തുനബിക്ക് മാംസം ഇഷ്ടമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആട്ടിന്റെ മാംസം ഇഷ്ടമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കൈക്കുറക ഇഷ്ടമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എത്ര കാലം കൂടുമ്പോഴാ മാംസം കഴിച്ചിരുന്നത്? ഉമറുൽ ഫാറൂഖ് ഞങ്ങളുടെ ചരിത്രം വായിക്ക്. 2 മാസത്തിൽ ഒരിക്കലാ താൻ മാംസം കഴിച്ചിരുന്നത്. എന്റെയും നിന്റെയും സുഖജീവിതം എന്താ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ത്യാഗമുണ്ടോ? എപ്പോഴെങ്കിലും കഷ്ടപ്പാടുണ്ടോ? എപ്പോഴെങ്കിലും ദുരിതമുണ്ടോ? ഞാൻ ചോദിക്കുന്നു, ഈ മാസം പട്ടിണി കിടന്ന ആരെങ്കിലും ഉണ്ടോ? വിശന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചവരാരെങ്കിലും ഉണ്ടോ? അല്ല, ഈ വർഷം പട്ടിണി കിടന്നവരുണ്ടോ? വേണ്ട, പ്രായപൂർത്തി എത്തിയതിനു ശേഷം പട്ടിണി കിടന്നവരുണ്ടോ? പശി അറിഞ്ഞവരുണ്ടോ? ഇല്ല, ഇല്ല. എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളോട്, നിങ്ങളെ നാട്ടിൽ ആലിമീങ്ങളുണ്ട്, ചോദിക്ക്. എന്നേക്കാൾ വലിയ ആലിമീങ്ങളുണ്ട്, ചോദിക്ക്. ആം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യുതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുഹുൽ ബഅസാഉ വല്ലറാ. എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്തത് ഓർമ്മയിലുണ്ടോ? ഇത്രമാത്രം പീഡനങ്ങളും യാതനകളും അവർ സഹിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എല്ലാം വിട്ടു പോവുകയാ, മദീനയിലേക്ക് പോവുകയാ. ഇവിടെ നിൽക്കണ്ട, ചെറുത്തു നിൽക്കണ്ട, വീട് വേണ്ട, കുടുംബം വേണ്ട, സമ്പാദ്യം മൊത്തം ഉപേക്ഷിച്ചു കൊണ്ട് പോവുകയാ. മദീനയിലെത്തിയിട്ട് തങ്ങൾ ചെയ്തതോ, അവിടെ ചെയ്തതെന്താണ്? എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൂട്ടി, ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട്, മുസ്ലിമീങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഭരണം സ്ഥാപിക്കുകയാ. അല്ലാ, ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ലല്ലോ തങ്ങൾ കെട്ടിപ്പടുത്തത്. ആദ്യമായിട്ട് മദീനയിൽ തങ്ങൾ ചെന്നുകൊണ്ട് ചെയ്തത് അവിടുത്തെ ജൂതന്മാരെയും കൂട്ടി, അവിടുത്തെ ക്രിസ്ത്യാനികളെയും കൂട്ടി, അവിടെ മറ്റു മതക്കാരെയും കൂട്ടി, മുസ്ലിമീങ്ങളെയും കൂട്ടി. അല്ലാഹ് എല്ലാ മതങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. ആ രാഷ്ട്രം കെട്ടിപ്പടുത്തതിന് ശേഷം ഒരു ഭരണം വന്നതിന് ശേഷം ആ ഭരണത്തിന് കീഴിൽ നിന്നുകൊണ്ടല്ലേ പിന്നീട് സമരം നടത്തിയത്. ആ നാടിനെ ആക്രമിക്കാൻ വന്നവരോടല്ലേ സമരം ചെയ്തത്. മക്കളെ, ഇസ്ലാമിന്റെ നിയമം അതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമുക്കറിയാം, ഒരു മുസ്ലിമായ സ്ത്രീയോ പുരുഷനോ മരിച്ചാൽ ആ മുസ്ലിമായ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കണം, ആ മയ്യത്ത് നിസ്കരിക്കണം. അത് ആ മഹല്ലത്തിൽപ്പെട്ട ആളുകൾക്ക് നിർബന്ധമാണ്. അതേ സമയത്ത് മയ്യത്ത് കുളിപ്പിച്ചില്ലെങ്കിലോ നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ ഷഹീദിന്റെ മയ്യത്ത് കുളിപ്പിക്കരുത്, ഹറാമാ. ഷഹീദിന്റെ മയ്യത്ത് നിസ്കരിക്കരുത്, ഹറാമാ. രക്തസാക്ഷിയായി മരിച്ചവന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല, അതേ മയ്യത്ത് ഒരിക്കലും തന്നെ നിസ്കരിക്കാൻ പാടില്ല. അതേ സമയത്ത് ആരാണ് നിസ്കരിക്കാൻ പാടില്ലാത്ത ഷഹീദ്? ആരാണ് കുളിപ്പിക്കാൻ പാടില്ലാത്ത ഷഹീദ്? ഏതെങ്കിലും വർഗീയവാദികൾ നിഷ്കരുണമായിട്ട് ഒരാളെ വെട്ടിക്കൊന്നാല് അവൻ ഷഹീദാകുമോ? അവൻ കുളിപ്പിക്കാൻ പറ്റാത്ത ഷഹീദല്ല, നിസ്കരിക്കാൻ പറ്റാത്ത ഷഹീദല്ല. നിസ്കരിക്കാൻ പാടില്ലാത്ത, കുളിപ്പിക്കാൻ പറ്റാത്ത ഷഹീദാവണമെങ്കിൽ ഒരു ഭരണത്തിൻ കീഴിൽ നിന്നുകൊണ്ട് ആ ഭരണാധികാരിയുടെ നേതൃത്വത്തില്, ആ ഭരണാധികാരിയുടെ സമ്മതത്തോടുകൂടി യുദ്ധം ചെയ്യുമ്പോൾ
അപ്പോഴേ ഇസ്ലാമിൽ ഷഹീദാകൂ, അപ്പോഴേ കുളിപ്പിക്കാൻ പറ്റാത്ത ഷഹീദാകൂ, അപ്പോഴേ നിസ്കരിക്കാൻ പറ്റാത്ത ഷഹീദാകൂ. ഏതെങ്കിലും ഭീകരവാദികളോ ഏതെങ്കിലും ഫാസിസ്റ്റ് ശക്തികളോ വർഗീയവാദികളോ ഒരു മുസ്ലിമിനെ നിഷ്കരണമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയാൽ, അല്ലെങ്കിൽ വലിയ സംഘടനകൾ നടന്നാൽ, താണ്ഡവമാടിയാൽ, അതിലെത്രയോ ആളുകൾ മരിച്ചു പോയാൽ അവർക്കൊന്നും ഈ ദുനിയാവില് കുളിപ്പിക്കാൻ പറ്റാത്ത ഷഹീദല്ല, നിസ്കരിക്കാൻ പറ്റാത്ത ഷഹീദല്ല. ഇതൊക്കെ നമ്മൾ അറിയണ്ടേ. എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ? ഇസ്ലാം ഒരിക്കലും ഒരു എടുത്തുചാട്ടത്തിന്റെ മതമല്ല, അതേ ഭീകരതയുടെ മതമല്ല. എപ്പോഴും സമാധാനത്തോടുകൂടി ഏത് ഭരണാധികാരിയാണെങ്കിലും ആ ഭരണ സംവിധാനത്തിന് അധീനപ്പെട്ടുകൊണ്ട്, ആ ഭരണാധികാരിയുടെ നിയമങ്ങൾക്ക് അധീനപ്പെട്ടുകൊണ്ട് ജീവിക്കണം. നിയമപരമായിട്ട് പൊരുതണം, നിയമപരമായിട്ട് പ്രതിഷേധിക്കണം, നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇത് മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്. വിശുദ്ധ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച്, അതേ നമ്മുടെ ശാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമല്ലേ ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫത്തുൽ മുഹ്താജ്, അതേ ശാഫിഈ മദ്ഹബിലെ ആധികാരിക ശബ്ദമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തുഹ്ഫത്തുൽ മുഹ്താജും അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ 40 കൊല്ലക്കാലം കാണാതെ അതാ ഉള്ളാളം പള്ളിയിൽ നടന്നുകൊണ്ട് ദർസ് നടത്തി വളരെ ആധികാരികതയോടുകൂടി പറയാറുണ്ടായിരുന്നു, അല്ലാ അല്ലാ അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ, അവിടുത്തെ നളറും മദതും എന്നും എപ്പോഴും അല്ലാഹു ഈ മഹല്ലത്തിനും ഈ മഹല്ലത്തിലെ ആളുകൾക്കും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു നിലനിർത്തി തരട്ടെ. ആ താജുൽ മക്ക ദർസ് നടത്തിയിരുന്ന ഗ്രന്ഥമാണ് അതേ തുഹ്ഫത്തുൽ മുഹ്താജ്. ആ തുഹ്ഫത്തുൽ മുഹ്താജ് ഇബ്നു ഹജർ വ്യക്തമായി പറയുന്നത് കാണാ, ഏതൊരു സർക്കാരാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും ആ ഭരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പിടിക്കപ്പെടുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അത് താഗൂത്തി ഗവൺമെന്റ് ആണെങ്കിലും അക്രമിയായ ഭരണാധികാരിയാണെങ്കിലും നീതി അനുസരിച്ച് ഭരിക്കാത്ത ഭരണാധികാരിയാണെങ്കിലും ആ ഭരണാധികാരികളെ അതേ സർക്കാരിന്റെ അതാ ശ്രദ്ധയിൽപ്പെട്ടാൽ, സർക്കാർ അറിഞ്ഞാൽ പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും എന്ന് തോന്നുന്ന ഏതൊരു കാര്യവും ചെയ്യൽ ഒരു മുസ്ലിമിന് ഹറാമാ. മുസ്ലിമീങ്ങൾ ബോംബുണ്ടാക്കൽ ഹറാമാണ്, മുസ്ലിമീങ്ങൾ ആയുധമുണ്ടാക്കൽ ഹറാമാണ്, മുസ്ലിമീങ്ങൾ ആയുധം സൂക്ഷിക്കൽ ഹറാമാണ്. കാരണം അതൊന്നും സമാധാനത്തിന്റെ അടയാളമല്ല, അതൊക്കെ ഭീകരതയുടെ അടയാളങ്ങളാണ്. അതിന് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹനം നൽകുന്നില്ല. ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. വിശുദ്ധ ഖുർആൻ ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാണ് നാം. ഒരു കാലത്തും ലോകത്ത് മുസ്ലിമീങ്ങള് ഭൂരിപക്ഷമായിട്ടില്ല. ആയുധം കൊണ്ട് മുസ്ലിമീങ്ങൾ പിടിച്ചു നിന്നിട്ടില്ല, ആയുധം കൊണ്ട് മുസ്ലിമീങ്ങൾ ആരെയും കീഴടക്കിയിട്ടില്ല. നിങ്ങൾക്ക് കേൾക്കണോ, ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താൻ എന്ന് പറയുന്ന സുൽത്താനിൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽ ജിഷ്ടി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഈ റജബ് മാസം 3-നല്ലേ അവിടുത്തെ ആണ്ട് അതേ 7-നല്ലേ ആണ്ട് കഴിഞ്ഞത്. ഈ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ ഭരണാധികാരി എന്ന് വിളിക്കുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല. ഞാൻ ഓർക്കുന്നു, ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങൾക്കപ്പുറം പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന പർവേസ് മുഷറഫ് ഒരു ഇന്ത്യ സന്ദർശനത്തിന് വന്നപ്പോൾ, ഇന്ത്യ സന്ദർശനത്തിന്റെ ഷെഡ്യൂൾ തയ്യാറാക്കിയപ്പോൾ തന്റെ സന്ദർശനത്തിന്റെ കൂട്ടത്തിൽ അജ്മീർ ഷരീഫും രേഖപ്പെടുത്തിയിരുന്നു, ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് പ്രത്യേകമായ സാഹചര്യത്തിൽ അജ്മീർ ഷരീഫിനെ സിയാറ
സിയാറത്ത്, ആ സന്ദർശനം നിർത്തലാക്കപ്പെട്ടു. അങ്ങനെ നിർത്തലാക്കപ്പെട്ടപ്പോൾ നമ്മുടെ പല വാർത്താ മാധ്യമങ്ങളും അത് എടുത്തു പിടിച്ചു. അങ്ങനെ ഒരു സംശയം വന്നിവിടെ. പർവേസ് മുഷറഫ് ഒരു മുസ്ലിമായത് കാരണം, മുസ്ലിമീങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമാണല്ലോ അജ്മീർ, അതുകൊണ്ട് കരുതി കൂട്ടിയിട്ട് ആരോ പിന്നിൽ പ്രവർത്തിച്ചിട്ടത് ക്യാൻസലാക്കിയതാണ് എന്ന ആരോപണം വന്നപ്പോ അതിന് മറുപടി പറഞ്ഞത് അന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, ഞാൻ ഓർക്കുന്നു യശ്വന്ത് സിൻഹയാണ്. യശ്വന്ത് സിൻഹ എന്ന് പറഞ്ഞ മറുപടി അറിയുമോ? ആ മറുപടിയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഞാൻ പറയുന്നത് എന്താ മുസ്ലിമേ, ഖാജാ തങ്ങളെ സുൽത്താനുൽ ഹിന്ദ് എന്ന് വിളിക്കുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ ആബാലവൃദ്ധം ജനങ്ങളും ഖാജയെ വിളിക്കുന്നത് സുൽത്താനുൽ ഹിന്ദ് എന്നാണ്. യശ്വന്ത് സിൻഹ പറഞ്ഞതറിയോ? ഇന്ത്യയുടെ സുൽത്താൻ, ഇന്ത്യയുടെ ഭരണാധികാരി അജ്മീർ ദർഗയുടെ ആ വാതിൽ തുറന്നു വെച്ച് അവിടെ സന്ദർശിക്കാൻ അനുമതി കൊടുത്താൽ സുൽത്താനുൽ ഹിന്ദ് തുറന്നു വെച്ച വാതിൽ അടക്കാൻ ആർക്ക് കഴിയും? അത് തടയാൻ ആർക്ക് കഴിയും? അത് നിഷേധിക്കാൻ ആർക്ക് കഴിയുമെന്ന് അന്നത്തെ വിദേശകാര്യമന്ത്രി യശ്വന്ത് സിൻഹ പറഞ്ഞെങ്കിൽ എല്ലാവരും വിളിക്കുന്നു സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി. മഹാനായ സുൽത്താൻ ഹിന്ദ് ആദ്യം കേരള ഡൽഹിയിൽ വന്നു. റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർദ്ദേശം അനുസരിച്ച്, അവിടുന്ന് വ്യക്തമായി കാണിച്ചു കൊടുത്തതനുസരിച്ച് തന്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ദഅവയുടെ മണ്ഡലം അല്ലാഹു റസൂൽ നിശ്ചയിച്ചു കൊടുത്ത് അജ്മീരിൽ വന്നപ്പോ ആയുധമെടുത്ത് യുദ്ധം ചെയ്തതല്ല, ഇസ്ലാമിക പ്രബോധനം നടത്തിയതല്ല, ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതല്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളും തന്റെ മുരീദന്മാരും ജീവിച്ചപ്പോൾ അനാസാഗർ നദിയുടെ അടുത്ത് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ക്യാമ്പ് ചെയ്തു. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളും തന്റെ കൂടെയുള്ള മുരീദുമാരും അനാസാഗർ തടാകത്തിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് വുളു എടുക്കുകയും വെള്ളമെടുത്തുപയോഗിക്കുകയും ചെയ്തപ്പോ ആ പരിസരത്തുള്ള ഏതോ ചില ആളുകൾ, അത് മഹാരാജ് ഇന്ത്യ അവിടുത്തെ അജ്മീർ ഭരിച്ചിരുന്ന പൃഥ്വിരാജൻ ചൗഹാൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അത് ഇവിടുന്ന് വെള്ളമെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ, ഞാൻ ചരിത്രം പറയുന്ന ലക്ഷ്യമല്ല, ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തുകയാ. ബഹുമാനപ്പെട്ട ഖാജ പറഞ്ഞു, എന്നാൽ എടുക്കണ്ട, അനാസാഗറിലെ വെള്ളം എടുക്കണ്ട, ഒരു യുദ്ധം ചെയ്യണ്ട, ആയുധമെടുക്കണ്ട, ഭീഷണിപ്പെടുത്തണ്ട. ആ മഹാരാജാവിനോട് ചോദിക്കൂ, ഒരു പാത്രം വെള്ളം തരാൻ പറ്റുമോ? ഒരു ചെറിയ പാത്രവും കൊടുത്ത് തന്റെ ഖാദിമിനെ പറഞ്ഞയച്ചു. അനാസാഗറിൽ നിന്ന് ഒരു പാത്രം വെള്ളം ഇങ്ങ് മുക്കിയെടുത്ത് ഖാജാ തന്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചു. പക്ഷേ അനാസാഗർ മുഴുവനും വറ്റിപ്പോയി, പരിസരത്തുള്ള കിണർ മുഴുവനും വറ്റിപ്പോയി. മഹാനായ ശംസുൽ ഉലമയുടെ മൗലിദിൽ കാണാം, അന്ന് രജപുത്രി രാജവംശത്തിൽപ്പെട്ട സ്ത്രീകളുടെ മുലപ്പാല് പോലും വറ്റിപ്പോയി. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങള് ഒരു പാത്രം വെള്ളം ഇങ്ങ് മുക്കിക്കൊണ്ടുവന്നതോടുകൂടി സുബ്ഹാനല്ലാഹ് യാ ബുദ്ദൂഹ് എന്ന ദിക്റും ചൊല്ലിയിട്ട് ആ ഒരു പാത്രം വെള്ളം മുക്കാനാ അവിടുന്ന് നിർദ്ദേശിച്ചത്. ആ ഒരു വെള്ളം കോരിയെടുത്തപ്പോഴേക്ക് മുഴുവനും വറ്റിപ്പോയി. പാവങ്ങൾ ബുദ്ധിമുട്ടായി. അല്ലാഹ് ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടു. വേദനയോടുകൂടി ഖാജയെ സമീപിച്ചപ്പോൾ പ്രതികാരമില്ല, തിരിച്ചടിക്കലില്ല, പകരം ചോദിക്കലില്ല. കാരുണ്യത്തിന്റെ ആരൂപമായിരിക്കുന്ന ഖാജ, എന്നാൽ പിന്നെ വെള്ളം അങ്ങ് കൊണ്ടുപോയിട്ട് അങ്ങ് ഒഴിച്ചോളൂ. ആ മുക്കിയെടുത്ത വെള്ളം വീണ്ടും അനാസാഗറിൽ കൊണ്ടുപോയി ഒഴിച്ചപ്പോ അനാസാഗർ നിറഞ്ഞുപോയി. കിണറുകളും കുളങ്ങളും പരിസരത്തുള്ള ജലസ്രോതസ്സുകൾ മുഴുവനും നിറഞ്ഞുപോയി. ഇത് കണ്ടാൽ ബുദ്ധിയുള്ള
ആളുകൾ അല്ലാഹുവിന്റെ വഴിയിലേക്ക് വരുമോ, ഇസ്ലാം സ്വീകരിക്കുമോ? ആ ഒരൊറ്റ സംഭവം കണ്ടിട്ട് 90,000 ആളുകൾ ഇസ്ലാമിൽ വന്നു. മഹാനായ ഖാജാ തങ്ങളുടെ ഈ രൂപത്തിലുള്ള പ്രവർത്തനം കൊണ്ട് 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെയാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്, ഇങ്ങനെയാണ് ഇസ്ലാം വളർന്നു പന്തലിച്ചത്. ആയുധം കൊണ്ടല്ല, വാളുകൊണ്ടല്ല, യുദ്ധം കൊണ്ടല്ല, ഭീഷണിപ്പെടുത്തിയിട്ടല്ല, സമാധാനത്തിലൂടെ, നീതിയിലൂടെ, ന്യായത്തിലൂടെ ഈ മതത്തിന്റെ വ്യക്തമായിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് ബോധ്യപ്പെടുമ്പോൾ സത്യത്തെ സ്നേഹിക്കുന്നവർ, നേരിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ, ന്യായത്തിന് വില കൽപ്പിക്കുന്നവർ ഇത് ഉൾക്കൊള്ളുന്നു, ഹിദായത്തിലേക്ക് വരുന്നു. ഇതല്ലാതെ ആയുധമെടുക്കലോ, യുദ്ധം ചെയ്യലോ, ഭീഷണിപ്പെടുത്തലോ, പ്രകോപനം നടത്തലോ, പ്രലോഭനങ്ങൾ നടത്തലോ ഇസ്ലാമിന്റെ രീതിയല്ല. ഇന്ന് പല കാര്യങ്ങളും നമുക്ക് വിവരമില്ലാത്തതുപോലെ, ഇസ്ലാമിനെ പറ്റി പഠിക്കാത്തതുപോലെ, ചരിത്രം നമുക്ക് പഠിക്കാത്തതുപോലെ, ഇസ്ലാമിൽ പല കാര്യങ്ങളും നമുക്ക് അജ്ഞാതമായതുപോലെ ഈ കാര്യങ്ങളും പഠിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അല്പം മാത്രം വായിക്കുന്നത് കൊണ്ട് പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഹേതുകമായ പ്രവർത്തനങ്ങളിലാരും മുസ്ലിമീങ്ങൾ അതായി ഇടപെട്ടു പോകരുത്, മുസ്ലിം ഉമ്മത്തിൽ നിന്നുണ്ടാവരുത് എന്ന് ഈ വിനയത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലാഹു പറയുന്നൊരു വാക്ക് നിങ്ങൾ കേട്ടോളൂ. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി. കൃത്യമായ വിശ്വാസം, അല്ലാഹുവിൽ വിശ്വാസമുള്ളവർക്ക്, അചഞ്ചലമായിട്ട് ഈമാനുള്ളവർക്ക്, ആഖിറത്തിൽ വിശ്വാസമുള്ളവർക്ക്, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെയും തങ്ങൾ പഠിപ്പിച്ചു. ഈ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആഖിറും ഒക്കെ കൃത്യമായി മുത്തുനബിയെ വിശ്വസിച്ച ആളുകൾക്ക് അല്ലാഹു വഅദ ചെയ്തിട്ടുണ്ട്, അവൻ ഓഫർ ചെയ്തിട്ടുണ്ട്. വഅമിലുസ്സാലിഹാത്ത്, സുകൃതങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക്, ഈമാനും സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, സാലിഹീങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബലിഹിം. പൂർവകാലത്ത് മുസ്ലിം നേതാക്കന്മാർക്ക് സ്വാധീനം കൊടുത്ത പോലെ, എല്ലാ മതക്കാരും അവരെ ആദരിച്ചിരുന്നത് പോലെ, അവരെ ബഹുമാനിച്ചിരുന്നത് പോലെ, അവർക്ക് നേതൃത്വം നൽകിയിരുന്നത് പോലെ, നേതൃപദവിയിലേക്ക് മുസ്ലിമീങ്ങളെ പരിഗണിച്ചിരുന്നത് പോലെ, അചഞ്ചലമായി ഈമാനും സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിൽ അവയെല്ലാ കാലത്തും ഈ ഉമ്മത്തിനെ അല്ലാഹു നേതാക്കന്മാരാക്കുന്നതാ, അല്ലാഹു സ്ഥാനം കൊടുക്കുന്നതാ, അല്ലാഹു ആദരിക്കുന്നതാ. ഇത് പടച്ച റബ്ബ് ഓഫർ ചെയ്തതാ. മോനെ ഓർക്കുമോ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന, അതേ നമുക്കറിയാം, ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി കൊണ്ടിരിക്കുമ്പോ മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളുപ്പാപ്പ നീളക്കുപ്പായവും നല്ല വിശാലമായ തലപ്പാവും നീണ്ടതായ താടിയും കയ്യിൽ തസ്ബീഹ് മാലയും ഒരു വല്ലിയും ഏത് പാതിരാ സമയത്തും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന, നിസ്കാര ശേഷം കുടിക്കാനുള്ള കട്ടൻ ചായ കയ്യിൽ സൂക്ഷിച്ചിരുന്ന, കൃത്യമായി നിസ്കാരത്തിൽ ചിട്ടയുണ്ടായിരുന്ന, പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു നിസ്കാരം പോലും ഖളാ ഇല്ലാതിരുന്ന മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളുപ്പാപ്പ ഡൽഹിയിൽ ചെന്നപ്പോ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാ, അതേ തന്റെ റൂമിൽ നിന്ന് ഇറങ്ങി, ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കാറിറങ്ങി വരുന്ന മഹാനായ തങ്ങളുപ്പാപ്പയെ കൈപിടിച്ച് സ്വീകരിച്ചു കൊണ്ടുപോയെങ്കിൽ, സർവ പ്രോട്ടോകോളും ലംഘിച്ചുവെങ്കിൽ, മുസ്ലിമായി ജീവിക്കുമ്പോ, ഈമാനോടുകൂടി ജീവിക്കുമ്പോ, സാലിഹായ അമലുകൾ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഓഫറാണ്. ലയസ്തഖ്ലിഫന്നഹും കമസ്തഖ്ലഫല്ലദീന
വല്ലദീന മിൻ ഖബലിഹിം പൂർവകാലത്തെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിലാഫത്ത് നൽകിയതുപോലെ, അധികാരം നൽകിയതുപോലെ, സ്വാധീനം നൽകിയതുപോലെ ഈമാനും സുഹൃതങ്ങളും ഉണ്ടോ അവർക്ക് എന്നും ഖിലാഫത്തുണ്ട്, അവർക്കെന്നും അധികാരമുണ്ട്, അവർക്കെന്നും ജനങ്ങളിൽ സ്വാധീനമുണ്ട്, ഹൃദയങ്ങളിൽ സ്ഥാനങ്ങളുണ്ട്, സർവമതങ്ങളും അവർ ആദരിക്കുന്നുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമയെ ലോകം അംഗീകരിക്കുന്നു, സർവാളുകളും ആദരിക്കുന്നു, സർവാളുകളും ബഹുമാനിക്കുന്നു. അതെ, ഇതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ രീതി. തീർന്നില്ല. വലയുമക്കിനന്നഹും ദീനഹും അല്ലദിർതലഹും. ഈമാനോട് കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, സാലിഹായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലാഹ് പറഞ്ഞ പോലെ, മുത്തുനബി പറഞ്ഞ പോലെ, ദീന് പറഞ്ഞ പോലെ, അയിമ്മത്ത് പറഞ്ഞ പോലെ, പൂർവീകരെ പോലെ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ, അവരെ ദീനനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതാ, സർവ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാ. ഇന്ത്യ രാജ്യത്ത് 10,000-കണക്കിന് പള്ളികളുണ്ട്, 10,000-കണക്കിന് ദീനീ സ്ഥാപനങ്ങളുണ്ട്, 10,000-കണക്കിന് ദഅ്വാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അവരെ മതപ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, ദീനീ ദഅ്വകൾ നടക്കുന്നുണ്ട്. അതിനെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തത് ഇവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരികളാ, ഇവിടെ ഭരിച്ചിരുന്ന ആളുകളാ. അവരാണ് പള്ളിക്ക് സൗകര്യം ചെയ്തു കൊടുത്തിരുന്നത്, മദ്രസകൾക്ക് 1000-കണക്കിന് മദ്രസകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. എല്ലാ കാലത്തും നിങ്ങൾ ദീനനുസരിച്ച് ജീവിക്കുന്നുവോ, നിങ്ങൾ ഹൃദയത്തിൽ ഈമാനുണ്ടോ, നിങ്ങൾ സാലിഹായ അമലുകൾ ചെയ്യുന്നുണ്ടോ, അവർക്ക് ദീനനുസരിച്ചു ജീവിക്കാൻ റബ്ബ് സൗകര്യം ചെയ്തു കൊടുക്കുന്നതാ. ഖുർആനിലുണ്ട്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, റബ്ബിന്റെ കലാമിന് മാറ്റമില്ല. എന്നാണ് നമുക്ക് പ്രയാസങ്ങൾ വന്നത്. ഈ വിശ്വാസത്തിൽ നിന്നും ഈ വഴിയിൽ ഞാൻ തെറ്റിയത് മുതൽക്കാണ്. അള്ളാഹു നിങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞിടത്തൊക്കെ നിങ്ങളുണ്ടോ? നിങ്ങൾ സജീവമായിട്ട് ഉണ്ടാവണമെന്ന് പറഞ്ഞിടത്ത് നിങ്ങളുണ്ടോ? നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ സൂറത്തു നൂർ എടുത്ത് നോക്ക്. വലയുമക്കിനന്നഹും ദീനഹും അല്ലദിർതലാലഹും. അല്ലാഹ് ഈമാനും സാലിഹായ അമലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാലത്തും അല്ലാഹു പ്രത്യേകത പൂർവ്വകാല പ്രവാചകന്മാർക്കില്ലാത്തതാണ്. എനിക്ക് മാത്രം നൽകിയിട്ടുള്ള 5 പ്രത്യേകത. ഒന്ന്, ജുഇലത്തിൽ അർളു കുല്ലുഹാ ലി മസ്ജിദൻ വതഹൂറാ. ഭൂമി മുഴുവനും എനിക്ക് പള്ളിയാണ്, ഭൂമി മുഴുവനും എനിക്ക് ശുദ്ധീകരണത്തിന് പറ്റിയതാണ്. എനിക്ക് നിസ്കരിക്കാൻ പള്ളി വേണമെന്നില്ല. ഭൂമിയിൽ എവിടെ വെച്ചും സുജൂദ് ചെയ്യാം, എവിടെ വെച്ചും സുജൂദ് ചെയ്ത് നിസ്കരിക്കാം. അതേപോലെ ഭൂമിയിൽ എവിടെ നിന്നും ശുദ്ധി ഉണ്ടാക്കാം, ശുദ്ധി വരുത്താം. മറ്റൊന്ന്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുസ്റതു ബിർറുഅബ മസീറത ശഹർ. ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു ശത്രു രാജ്യത്തിലേക്ക് സമരത്തിന് നീങ്ങുമ്പോ അവിടെ എത്തുന്നതിൻ്റെ 1 മാസത്തെ വൈദൂരം മുമ്പ് ശത്രുക്കളെ ഹൃദയത്തിൽ പടച്ച റബ്ബ് പേടി ഇട്ടുകൊടുത്ത് എന്നെ സഹായിച്ചതാ. ഈ ഉമ്മത്തിനെ കുറിച്ചൊരു ആദരവും, ഈ ഉമ്മത്തിനോടൊരു ബഹുമാനവും, ഈ ഉമ്മത്തിനെ കുറിച്ചൊരു പേടിയും അല്ലാഹു സർവ ശത്രുക്കളെ ഹൃദയത്തിലും വിട്ടുകൊടുത്ത് എന്നെ സഹായിച്ചതാണ്. അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അത് നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹു പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിക്കണം, മുത്തുനബിയെ നിങ്ങൾ ഫോളോ ചെയ്യണം, ഹബീബായ തങ്ങളെ ഉൾക്കൊള്ളണം. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി സലയസ്തഖ്ലിഫന്നഹും കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഒരു കാലത്തും ഒരു പേടിയും ഉണ്ടാവില്ല, പേടിച്ച് ജീവിക്കേണ്ടി വരില്ല. ഇന്നേറ്റവും വലിയ പ്രതിസന്ധി പേടിയല്ലേ? എല്ലാവർക്കും പേടിയാണ്.
അല്ലാ സാമ്പത്തിക രംഗത്ത് പേടിയാണ് അല്ലാ, എല്ലാ രംഗങ്ങളിലും നമുക്ക് പേടിയാണ് അല്ലാ. നമുക്ക് വഴുത ചെയ്തിട്ടുണ്ട്, പടച്ച റബ്ബ് കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. എന്നെ വിശ്വസിച്ച് ഈമാനും സുഹൃതങ്ങളും ഉണ്ടോ അവർക്ക് എന്നും പേടിക്ക് പകരം നിർഭയത്വം കൊടുക്കുന്നതാണ്. ഒന്നേ റബ്ബിനുള്ള കണ്ടീഷനുള്ളൂ, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണം, എനിക്ക് ഇബാദത്ത് ചെയ്യണം, എന്നെ ഭയപ്പെട്ട് ജീവിക്കണം, എനിക്ക് നിങ്ങൾ നിസ്കരിക്കണം, എനിക്ക് നിങ്ങൾ നോമ്പെടുക്കണം, എനിക്ക് വേണ്ടി ധർമ്മം കൊടുക്കണം, എനിക്ക് വേണ്ടി ജീവിക്കണം, എനിക്ക് നിങ്ങളെ ഇബാദത്ത് ചെയ്യണം. വലാ യുശ്രികൂന ബി ശൈഅ, ഒന്നും പങ്കു ചേർക്കരുത്. എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനോടുകൂടെ മറ്റൊന്നും നിങ്ങൾക്ക് ലക്ഷ്യമാവരുത്. അല്ലാഹുവിനോട് കൂടെ മറ്റൊരു കാര്യവും നിങ്ങൾ ലക്ഷ്യം വെക്കരുത്. സൃഷ്ടിച്ച റബ്ബിന്റെ പ്രീതിയല്ലാതെ പൊരുത്തമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കല്ല. ആ നിലക്ക് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവിൽ ഒരു പ്രശ്നവും വരില്ല, ഒരു പേടിയും വേണ്ട, ഒരാളും നിങ്ങളെ ചോദ്യം ചെയ്യില്ല, നിങ്ങളെ മതത്തിന്റെ ചിഹ്നങ്ങളെ ചോദ്യം ചെയ്യില്ല. ദീനനുസരിച്ച് ജീവിക്കാൻ ഇത്രയും കാലം അല്ലാഹു ലോകത്തൊരിടത്തുമില്ലാത്ത സ്വാതന്ത്ര്യം മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് നൽകിയതുപോലെ ഇനിയും അല്ലാഹു നൽകുന്നതാ. നമുക്ക് പല രാഷ്ട്രങ്ങളും അറിയാം. ഇന്ത്യ രാജ്യത്തെ പോലെ ദീനീ പ്രവർത്തനങ്ങൾക്കും ദീനീ സ്ഥാപനങ്ങൾക്കും ദീനി പറയാനും പ്രചരിപ്പിക്കാനും പറ്റിയ ഒരു രാജ്യമുണ്ടായിരുന്നോ? പക്ഷേ ഒരു കാലത്തും ഇന്ത്യയിൽ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളായിട്ടില്ല. ന്യൂനപക്ഷമല്ലേ എന്നും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ. പക്ഷേ ഇതെല്ലാം അല്ലാഹു സൗകര്യപ്പെടുത്തി തന്നതാ. വമൻ കഫറ ബഅദ ദാലിക, ഇതൊക്കെ മനസ്സിലായ ശേഷവും ഇതൊക്കെ ബോധ്യപ്പെട്ട ശേഷവും ഇതെല്ലാം കേട്ടതിന് ശേഷവും അറിഞ്ഞതിന് ശേഷവും ഇതെല്ലാം നിഷേധിച്ച് സത്യത്തിനെതിരെ തിരിഞ്ഞാൽ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവര് ദുർമാർഗികളാ, അവര് തമ്മാടികളാ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തി അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു യഥാർത്ഥ ദീൻ പഠിക്കാൻ, അത് പകർത്താൻ, അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതുപോലുള്ള പ്രഭാഷണ പരമ്പരകൾ, ഇതുപോലുള്ള ദഅവ പ്രാർത്ഥനയുടെ മജ്ലിസുകൾ, ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ മജ്ലിസുകൾ, അത്തരം കാര്യങ്ങളിലേക്ക് അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന മജ്ലിസുകളായി അല്ലാഹു സ്വീകരിക്കട്ടെ.